ഞാൻ മിസ്സിസ് പോൾ. ഞാൻ ഹൈക്കോടതിയിലെ വക്കീലാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെയാണ്. ഡോക്ടറിന്റെ പ്രഭാഷണങ്ങളും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കൊലപാതകത്തെക്കുറിച്ചാണ് ചോദ്യം. ഇസ്ലാമിൽ വളരെ കർശനമായി നിരോധിക്കപ്പെട്ട ഒന്നാണ് കൊലപാതകമെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ആത്മീയ നേതാക്കൾ ജിഹാദിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ തുറന്ന് എതിർക്കാതിരിക്കുകയും അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പോരാടാതിരിക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ദുരുപയോഗം ചെയ്യാനും ഇസ്ലാമിനെ മലിനീകരിക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുവദിക്കാൻ സാധിക്കുക? സഹോദരി, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ തൃപ്തിയാണ്. ഇസ്ലാം നിരപരാധികളുടെ കൊലപാതകത്തിനെതിരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മുസ്ലിം ആത്മീയ നേതാക്കൾ ജിഹാദിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് എതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് കുറ്റപ്പെടുത്താത്തത്? കുറച്ച് മോശമായ മുസ്ലിങ്ങൾ കാരണമായിട്ട് ഇസ്ലാം മലിനീകരിക്കപ്പെടുകയാണെന്നും സഹോദരി പറഞ്ഞു. ഈ ചോദ്യത്തിനുള്ള വിശദമായ ഉത്തരം ലഭിക്കാൻ ഒരു വർഷം മുമ്പ് നടന്ന സമ്മേളനത്തിലെ അവസാന പ്രഭാഷണം കേട്ടാൽ മതിയാകും. 2008 നവംബറിൽ നടന്ന 2ാം അന്താരാഷ്ട്ര ഇസ്ലാമിക സമാധാന സമ്മേളനത്തിലെ എന്റെ അവസാനത്തെ പ്രഭാഷണം മാധ്യമങ്ങളും ഇസ്ലാമും, യുദ്ധമോ സമാധാനമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു. പ്രധാനമായും കുറ്റപ്പെടുത്തേണ്ടത് മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾ സമുദായത്തിലെ മോശമായ മുസ്ലിങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ ജനങ്ങൾക്കിടയിൽ മാതൃകായോഗ്യരായ മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളുടെ ചിത്രീകരണങ്ങളാണ്. മാധ്യമങ്ങളിൽ കാണുന്നതല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഖുർആനിൽ വ്യക്തമായി അധ്യായം 5:32 പറയുന്നു, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. അതിനാൽ ഏത് നിരപരാധിയെ കൊല്ലുന്നതും ഇസ്ലാമിൽ ഒരു പാപമാണ്. അതൊരു പാപം മാത്രമല്ല, മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട അത് നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ബോംബ് സ്ഫോടനമായാലും അതുപോലുള്ള നിരപരാധികൾ വധിക്കപ്പെടുന്ന എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ നിരോധിക്കപ്പെട്ടതാണ്. അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറ്റപ്പെടുത്തുന്ന മുസ്ലിങ്ങളായ മതനേതാക്കന്മാരുണ്ട്. ഞാൻ USA-യിലും UK-യിലും പോയപ്പോൾ ചില മുസ്ലിം സംഘടനകൾ ലണ്ടൻ ട്യൂബ് സ്റ്റേഷനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ സാധിച്ചു. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ചില മുസ്ലിം സംഘടനകൾ സെപ്റ്റംബർ 11 നടന്ന സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റപ്പെടുത്തുന്നതും കാണാൻ സാധിച്ചു. ഞാനും അവരോട് യോജിക്കുന്നു. ആയിരങ്ങളുടെ മരണത്തിന് കാരണമായ 9/11 സംഭവത്തിന്റെ ശില്പികളെ ഞാനും കുറ്റപ്പെടുത്തുന്നു. ആരാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. മുസ്ലിങ്ങളാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. മാധ്യമങ്ങളാണ് അങ്ങനെ പറയുന്നത്. അവരുടെ വാദങ്ങൾക്ക് തെളിവുമില്ല, ഒരു തെളിവുമില്ല. ആരാണ് അതിന്റെ പിന്നിൽ എന്ന് ചർച്ച ചെയ്യുന്ന ചില ഡോക്യുമെന്ററികൾ ഇന്റർനെറ്റിൽ കാണാം.